നമസ്കാരം. ബഹുമാന്യനായ മുഖ്യമന്ത്രി, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു പഴമൊഴി താങ്കൾ ഇപ്പോഴെങ്കിലും ഓർത്താൽ നന്നായിരിക്കും. തെരഞ്ഞെടുപ്പ് കാലമായതോടുകൂടി കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ച മാധ്യമങ്ങളെ നിങ്ങൾ എല്ലാവരെയും വിളിച്ചു വരുത്തി, കഴിയുന്നത്ര മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരെയും ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെയും എല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ സർക്കാരിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടിക്കൊണ്ട് 2026 തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി 10 വോട്ട് എങ്ങനെയെങ്കിലും ജനങ്ങളെ കബളിപ്പിച്ച് നേടുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാ ജില്ലകളിലും 140 മണ്ഡലങ്ങളിലും പത്രസമ്മേളനങ്ങൾ നടത്തി മുന്നേറുന്നു. അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ധാർഷ്ട്യത്തിന് ഒരിക്കലും ഒരു കുറവും വരുത്തുന്നില്ല. മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ തറവാട്ടിലെ അടിമകളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അന്തം കമ്മികളായ അടിമകൾ നിങ്ങൾക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത് പോലെ, തിരുവായ്ക്ക് എതിർവായില്ല എന്ന് നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങളെ അംഗീകരിക്കുന്നത് പോലെ മാധ്യമ പ്രവർത്തകർക്ക് അതിന്റെ ആവശ്യമില്ല. സമൂഹത്തിന്റെ മൂന്നാം കണ്ണ് എന്നാണ് മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെയും എല്ലാം വാർത്തകൾ കൃത്യസമയത്ത് നേരായ സമയത്ത് സമൂഹത്തിന് മുന്നിൽ എത്തിക്കുക എന്ന ജോലിയാണ് ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുള്ളത്. അത് ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണ്, സാമൂഹ്യ സേവനമാണ്. മാധ്യമങ്ങൾ എന്നൊരു വംശം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന നേതാവും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് വളരെ വിനയാന്വിതമായി പറയട്ടെ. എന്നാൽ നിങ്ങൾ എപ്പോഴും രാജാവിന്റെ പോലെ അല്ലെങ്കിൽ ചക്രവർത്തിയുടേതുപോലെയാണ് പെരുമാറുന്നത്. തിരുവായ്ക്ക് എതിർവായില്ല. CPM-ൽ അങ്ങനെയാണല്ലോ. നിങ്ങളുടെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും നിങ്ങളുടെ അന്തംകമ്മികളായ അടിമക്കമ്മികൾ വകവച്ച് തന്നിരിക്കുന്നത്. നിങ്ങളെ അത്തരത്തിലാണല്ലോ അവർ ഭയഭക്തി ബഹുമാനത്തോടു കൂടി കാണുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കാം. എല്ലാ ജില്ലകളിലും നിങ്ങൾ പത്രസമ്മേളനങ്ങൾ ഇലക്ഷന് മുന്നോടിയായി നടത്തുമ്പോൾ കൊല്ലത്തും നിങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് താല്പര്യമുള്ള പാർട്ടി പത്രങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ എഴുതി മേടിക്കുന്നു, നിങ്ങളുടെ പ്രസ് സെക്രട്ടറിയെ കൊണ്ട് അതിന് ഉത്തരം എഴുതി മേടിപ്പിക്കുന്നു, എന്നിട്ട് അതിന് നിങ്ങൾ മാധ്യമ സമ്മേളനത്തിൽ വന്നിരുന്നു കൊണ്ട് മറുപടി നൽകുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ദേശാഭിമാനിയുടെയും കൈരളി TVയുടെയും ചോദ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ മറുപടി നൽകുന്നു. അവിടെ കൂടിയിരിക്കുന്ന മറ്റു മാധ്യമ പ്രവർത്തകരുടെ ആരുടെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുന്നില്ല. അഥവാ നിങ്ങളെ അലോസരപ്പെടുത്തുന്ന, അസ്വസ്ഥനാക്കുന്ന ഒരു മറുപടിയും നിങ്ങൾ ഒരു ചോദ്യത്തിനും കൊടുക്കുന്നില്ല. അസഹിഷ്ണുതയുടെ മുഖമുദ്രയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പലരും വാഴ്ത്തിപ്പാടിയാൽ പോലും അത് നിങ്ങൾക്ക് അന്വർത്ഥമായിരിക്കും. നിങ്ങൾ ഇപ്പോഴും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പോലും കുറവ് വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലത്ത് പത്രസമ്മേളനം നടത്തിയപ്പോൾ നിങ്ങളുടെ തനിനിറം വീണ്ടും ജനം കണ്ടു. നിങ്ങൾ ദേശാഭിമാനി പത്രത്തിനും കൈരളി TVക്കുമെല്ലാം അവരെഴുതി കൊണ്ടുവന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി കൊടുത്തു. എഴുതി കിട്ടിയ ഉത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞു. തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ പോലെ ചോദ്യവും ഉത്തരവും ആവർത്തിക്കപ്പെട്ടു. അതിനുശേഷം മറ്റു മാധ്യമ പ്രവർത്തകർ സ്വതന്ത്രമായി ചില ചോദ്യങ്ങൾ ചോദിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന ചില പരിവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചു. SDPI-യുമായി CPM ഈ തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു പൊതുബോധം നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്നൊരു ചോദ്യം കേട്ടപടി മുഖ്യമന്ത്രി തന്റെ മൊബൈൽ ഫോണും തന്റെ നോട്ട്ബുക്കും എല്ലാം പ്രൈവറ്റ് സെക്രട്ടറിയെ ഏൽപ്പിച്ചുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്ത് ചാടി എഴുന്നേറ്റ് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിനെതിരെയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള രീതിയിൽ മാധ്യമ പ്രവർത്തകർ അതിശക്തമായി പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നത് പോലെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി, ഇത് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല. ഇത് പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ ഇത് നെറികേടാണ് എന്നാണ് ആ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത്. ഞങ്ങൾക്ക് വേറെ ജോലി ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകത്തിന് വിളിക്കുമ്പോൾ ഞങ്ങൾ, അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിക്കുമ്പോൾ ഓടിയെത്തുന്നത്. സമൂഹത്തിൽ നടക്കുന്ന മറ്റു പല കാര്യങ്ങളും ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ ഇപ്പോഴത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നടക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങളുടെ മറുപടികൾ അത് കിട്ടും. ജനങ്ങൾക്ക് അത് സമയാസമയത്ത് അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്ഷണിച്ചതിന്റെ പേരിലാണ് ഈ പത്രസമ്മേളനത്തിന് എത്തിയത്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളോട് ചോദ്യങ്ങൾ അവരെ കൊണ്ട് ചോദിപ്പിക്കുന്നു. അതിന് നിങ്ങൾ നേരത്തെ തയ്യാറാക്കിയ മറുപടി കൊടുക്കുന്നു. ശേഷം ഞങ്ങളെ എല്ലാവരെയും മറ്റു മാധ്യമ പ്രവർത്തകരെ വിഡ്ഢികളാക്കിക്കൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് പോകുന്ന ഈ പരിപാടി നെറുകേടാണ്. ഈ നെറുകേട് മാധ്യമ പ്രവർത്തകരോട് കാണിക്കേണ്ടതില്ല. ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ തന്നെയാണ്, നിങ്ങളുടെ റാൻ മൂളികളോ അടിമകളോ അല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് ആ മാധ്യമ പ്രവർത്തകൻ ചങ്ക് വിരിച്ചു നിന്നുകൊണ്ട് പറഞ്ഞത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത് മുഖ്യമന്ത്രി ഇത്ര കണ്ട് വിചാരിച്ചില്ല. ഇരുട്ടടിയേറ്റ പോലെയായി പോയി മുഖ്യമന്ത്രി ഈ സന്ദർഭത്തിൽ. പരിവാരങ്ങളോടൊപ്പം മുഖ്യമന്ത്രി എഴുന്നേറ്റ്
മുറിവിട്ട് പുറത്തു പോകാൻ മാധ്യമ സമ്മേളനം നടത്തുന്ന മുറിവിട്ട് പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് ഈ മാധ്യമ പ്രവർത്തകർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇത്രത്തോളം ആക്രോശിക്കുന്ന തരത്തിൽ അഥവാ മുഖ്യമന്ത്രി വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നടിച്ചത്. അത് കേട്ട ഉടനെ മുഖ്യമന്ത്രിക്ക് വല്ലാതെ നൊന്തു. മുഖ്യമന്ത്രിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നത് പോലെ തോന്നിയിട്ടാവാം, അല്ലെങ്കിൽ ഇത്രയും മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ വന്നിരിക്കുന്നു, ഇതിന് മറുപടി കൊടുത്തേ പറ്റൂ എന്നുള്ള മട്ടിൽ മുഖ്യമന്ത്രി തിരിച്ചു വന്ന് വീണ്ടും സീറ്റിലിരുന്ന് മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചാൽ പോരാ, ചോദ്യങ്ങൾ യഥാസമയത്ത് ചോദിക്കണം, ചോദിച്ചവർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തു എന്ന്. ചോദിച്ചവരാരാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി? നിങ്ങളുടെ പാർട്ടിയുടെ പത്രമായ ദേശാഭിമാനി പത്രവും നിങ്ങളുടെ പാർട്ടിയുടെ ചാനലായ കൈരളി ചാനലിലും മാത്രമുള്ള മാധ്യമ പ്രവർത്തകരാണ് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ചോദ്യങ്ങൾ നിങ്ങൾ നേരത്തെ എഴുതി കൊടുത്തിരുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പിന് ജനങ്ങളോട് പറയേണ്ടത്? നിങ്ങളുടെ ഭരണത്തിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാൻ തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് നേരത്തെ പ്ലാൻ ചെയ്തതിന്റെ പേരിൽ അവർ ചോദിച്ചു, നിങ്ങൾ അതിന് മറുപടി നൽകി. മറ്റു ചോദ്യങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ SDPI അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളുമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് സഖ്യമുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങളെ വിരളി പിടിപ്പിച്ചു. അതിൽ അസഹിഷ്ണുനായി നിങ്ങൾ എഴുന്നേറ്റ് പോയി. അല്ലാതെ ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയല്ല. മുഖ്യമന്ത്രി പക്ഷേ തിരിച്ചു വന്നപ്പോൾ എല്ലാവരും കരുതി മുഖ്യമന്ത്രി വീണ്ടും സഹിഷ്ണുതയോടുകൂടി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. എന്നാൽ വീണ്ടും അവിടെ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും പുതിയ കൂമ്പ് മുളയ്ക്കുന്നതാണ് കണ്ടത്. മുഖ്യമന്ത്രി ഇനിയും എനിക്കൊന്നും പറയാനില്ല, നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന കാര്യം ആണ് നമ്മൾ മനസ്സിലാക്കിയത്. മുഖ്യമന്ത്രി വീണ്ടും എടുത്തു പറയട്ടെ, തായ്ക്കണ്ടി കുടുംബത്തിന്റെ അടിമകളല്ല മാധ്യമ പ്രവർത്തകർ. കേരളത്തിലെ നട്ടൽ ഉയർത്തി നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് തന്റെ ഇടമുണ്ട്, താല്പര്യമുണ്ട്. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും നിങ്ങളുടെ അധികാര സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് പല മാധ്യമ പ്രവർത്തകരെയും കൂച്ചുവിലങ്ങിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കഴിയുന്നത്. പണ്ട് മൂന്നാറിൽ നടൻ മമ്മൂട്ടി സ്ഥലം കയ്യേറി എന്നൊരു ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അതിന് കൃത്യമായി മറുപടി പറയാതെ ആ മാധ്യമ പ്രവർത്തകനെ വിരട്ടുന്ന രീതിയിൽ പെരുമാറുന്നതാണ് കണ്ടത്, ചോദിക്കുന്നതാണ് കണ്ടത്. നിനക്കറിയാമോ മമ്മൂട്ടിക്ക് മൂന്നാറിൽ സ്ഥലമുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിച്ചത്. ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ രീതിയിൽ കാര്യകാരണ സഹിതം മറുപടി പറയുകയാണ് വേണ്ടത്. അല്ലാതെ അയാളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറുകയല്ല. അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞ് നിങ്ങൾ താഴെ നിൽക്കുമ്പോൾ വെറും പിണറായി വിജയൻ മാത്രമാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങളെ സമയാസമയത്ത് അറിയിക്കുന്നത്. നേരായ സമയത്ത് തന്നെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകരുടെ ധർമ്മവും ഉദ്ദേശവും ലക്ഷ്യവും അത് തന്നെയാണ്. അതിന് നിങ്ങൾക്ക് സ്തുതി പാഠകരല്ലാത്ത മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ വകവയ്ക്കുന്നില്ല. കടക്ക് പുറത്ത് എന്നാണല്ലോ നിങ്ങൾ പലപ്പോഴും മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്ത് സദാചാര മര്യാദയുടെ അടിസ്ഥാനത്തിലാണ്? മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്രത്തോളം പക്വതയില്ലാതെ പെരുമാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ എവിടെ ചെന്നാലും എവിടെ എന്ത് പ്രസംഗം നടത്തിയാലും അവിടെയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ആരെന്ത് ചോദിച്ചാലും നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ആളുകളെ നിങ്ങൾ വഴക്ക് പറയും. ഇത് തന്നെയാണല്ലോ തിരുവല്ലയിൽ നിങ്ങൾ ഒരു കൺവെൻഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിച്ച ഒരു മനുഷ്യനോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഇത്തരത്തിലുള്ള അസഹിഷ്ണുതയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഞങ്ങളെ ഭരിക്കുന്നത്, കേരളം ഭരിക്കുന്നത് എന്നോർക്കുമ്പോൾ പലപ്പോഴും ലജ്ജ തോന്നുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ഇത്തരം കോപ്പരാട്ടിത്തരങ്ങൾ നിങ്ങളുടെ അന്തംഗമികളായ അടിമക്കമ്മികളായ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരോട് മതി. ഞങ്ങൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളോട് വേണ്ട. ഈ വിരട്ടലൊന്നും ഇനി നടക്കില്ല. ആ വിരട്ടൽ ഇങ്ങോട്ട് വേണ്ട എന്ന് താങ്കളുടെ ഭാഷയിൽ തന്നെ മാധ്യമ പ്രവർത്തകർ താങ്കളോട് തിരിച്ചടിച്ചു തുടങ്ങി. ഇത് ആരുടെയും അടിമക്കമ്മികളല്ല, ആരുടെയും തറവാട്ട് സ്വത്ത് എടുത്തുകൊണ്ടല്ല മാധ്യമ പ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കുന്നത്, ആരുടെയും അടിമകളല്ല മാധ്യമപ്രവർത്തകർ എന്ന് വീണ്ടും നിങ്ങളെ ഓർമ്മിക്കട്ടെ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി. ഇനിയും മുഖ്യമന്ത്രിയുടെ മാധ്യമ സമ്മേളനത്തിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് സഹിഷ്ണുതയോടുകൂടി പെരുമാറാനും പ്രതിവചിക്കാനും മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.